ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇനി വരുന്ന പരീക്ഷകൾക്കത് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നോക്കാം. 14/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. SCERT ക്വസ്റ്റ്യൻസ് ഒത്തിരി വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദിപ്പിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ഇതിൽ G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. അത് ആണ് G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്. ബാക്കിയെല്ലാം ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം, ഇതൊക്കെ G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ്. ഓക്കെ. ഇനി G20യുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് G20 ഉച്ചകോടിയുടെ വേദി. G20 ഉച്ചകോടി 2023 വേദി ഡൽഹിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 G20 ഉച്ചകോടിയുടെ വേദി ഡൽഹിയാണ്. ഇനി 2024 റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ്. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. ഓക്കെ. 2023 G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ഡൽഹി, 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്. ഇതും SCERT ടെക്സ്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2013 മാർച്ച് 31. 2013 മാർച്ച് 31. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ, ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികൾ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജ സ്ഥാപകനും വൈകുണ്ഠ സ്വാമികളാണ്. ഇനി സഹോദരൻ K അയ്യപ്പൻ, ഓപ്ഷനുള്ള സഹോദരൻ K അയ്യപ്പൻ നോക്കാം. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ K അയ്യപ്പനാണ്. സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ K അയ്യപ്പൻ. ഇനി എവിടെയാണ് അദ്ദേഹം സഹോദര സംഘം സ്ഥാപിച്ചത്? സഹോദര സംഘം സ്ഥാപിച്ചത് ചെറായിലാണ്. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത് 1917 ചെറായിലാണ്. ഓക്കെ. സഹോദരൻ അയ്യപ്പൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് കാശി മഹാത്മ്യം. ചോദിച്ചിട്ടുണ്ട്. കാശി മഹാത്മ്യം ആരുടെ പുസ്തകമാണ്? സഹോദരൻ അയ്യപ്പൻ്റെ പുസ്തകമാണ്. ഇനി അതേപോലെ ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചതും സഹോദരൻ K അയ്യപ്പനാണ്. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ചതും ആര് തന്നെയാണ്? സഹോദരൻ K അയ്യപ്പൻ. ഓക്കെ. ഇനി ഓപ്ഷൻ ബിയിലുള്ള പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പന് കവിതിലകം പട്ടം നൽകിയത്. പണ്ഡിറ്റ് KP കറുപ്പന് കവിതിലകം പട്ടം നൽകിയത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പന് കവിതിലകം പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. അതേപോലെ പണ്ഡിറ്റ് KP കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചതും കൊച്ചി രാജാവാണ്. എന്താണ്? പണ്ഡിറ്റ് KP കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ്. അതേപോലെ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. അതും ചോദിച്ചിട്ടുണ്ട്. കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് വിദ്വാൻ പദവി നൽകിയത്. ഓക്കെ. അതേപോലെ ജാതിക്കുമ്മി എഴുതിയത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ജാതിക്കുമ്മി പണ്ഡിറ്റ് KP കറുപ്പൻ്റെതാണ്. അടുത്തത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തിയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് 1856 ശ്രീനാരായണ ഗുരു ജനിച്ചത്. നാണുവാശാൻ എന്നായിരുന്നു ആദ്യകാല നാമം. നാണുവാശാൻ എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതേപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. 1888 അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതും ശ്രീനാരായണ ഗുരുവാണ്. 1888. ഇനി 1903 മെയ് 15 SNDP സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ച വർഷം 1903 മെയ് 15. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? കുബു, ബുഷ്മൻ, ദയാക്ക്, ത്വറക്ക്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം. ബുഷ്മനും ത്വാറക്കുമാണ് ആൻസർ.
ബുഷ്മൻ ദ്വാരക്. അടുത്തത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി അണ്ണാ ഹസാരെ, കൈലാഷ് സത്യാർത്ഥി, മീത പട്കർ, അരുണ റോയ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൈലാഷ് സത്യാർത്ഥിയാണ്. ബച്പൻ ബച്ചാവോ ആന്തോളൻ കൈലാഷ് സത്യാർത്ഥി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മീൻവിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. മീൻവിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി ഏതെന്നാണ് ചോദ്യം. അകനാന്നൂറ്, പുറനാന്നൂറ്, തൊൽക്കാപ്പിയം, പത്തുപാട്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പുറനാന്നൂറാണ്. ഉത്തരം ഓപ്ഷൻ ബി, പുറനാന്നൂറ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. മൂലധനം, ഭൂമി, തൊഴിൽ, സംഘാടനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, മൂലധനമാണ്. ഏതാണ്? ഓപ്ഷൻ എ, മൂലധനം. അടുത്ത ക്വസ്റ്റ്യൻ, 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ജൂലിയസ് അൽവാരസ്, കിലിയൻ എംബാപ്പെ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കിലിയൻ എംബാപ്പെ. അടുത്ത ക്വസ്റ്റ്യൻ, 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രം ഏതാണ്? ഐസൺ, കോമറ്റ് ഹാലി ബോബ്, ഹാലിസ് കോമറ്റ്, ഷൂമേക്കർ ലെവി 9. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഐസൺ ആണ്. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രം ഐസൺ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? പാവിയ, പാർമ, ടുലോസ്, ഓക്സ്ഫോർഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പാർമയാണ്. ഇതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചതാണ്. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? ഓപ്ഷൻ ബി, പാർമ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതെന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 82.5 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്, ഈസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ഓക്കെ. അടുത്തത്, ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഓപ്ഷൻ ഡി ആണ്, 23.5 ഡിഗ്രി 30 നോർത്താണ്. 23.5 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. 23.5 ഡിഗ്രിയാണ് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രി, 10 ഡിഗ്രി, 40 ഡിഗ്രി, 20 ഡിഗ്രി. ഉത്തരം ഓപ്ഷൻ എ ആണ്, 30 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രിയാണ്. അടുത്തത്, ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? മാർബിൾ, കരേവ, ഔട്ട്വാർഡ് സമതലം, ട്രാംലിൻസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കരേവയാണ്. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷി അധിഷ്ഠിത വ്യവസായം ഏത്? പഞ്ചസാര വ്യവസായം, രാസ വ്യവസായം, IT വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം. ഉത്തരം ഓപ്ഷൻ എ ആണ്, പഞ്ചസാര വ്യവസായമാണ്. കൃഷി അധിഷ്ഠിത വ്യവസായം, പഞ്ചസാര വ്യവസായം. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഓക്കെ. കൃഷി അധിഷ്ഠിത വ്യവസായം, ഉത്തരം ഓപ്ഷൻ എ, പഞ്ചസാര വ്യവസായം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം? മുംബൈ, വിശാഖപട്ടണം, കൊച്ചി, മംഗലാപുരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഓപ്ഷൻ ബി, വിശാഖപട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശ്, ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ചങ്ല, സോജില, നാഥുല, ഷിപ്കില. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഷിപ്കില ചുരമാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില ചുരം. ഇനി ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ഇനി നാഥുല ചുരം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല ചുരം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്? സൗരോർജം, ജൈവവാതകം, കൽക്കരി, ഭൗമോതാപോർജം. ഉത്തരം ഓപ്ഷൻ സി ആണ്, കൽക്കരിയാണ്. ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ് താഴെ തന്നിരിക്കുന്നവയിൽ കൽക്കരിയാണ്. സൗരോർജവും ജൈവവാതകവും ഭൗമതാപോർജവും ഒക്കെ പാരമ്പര്യേതരമാണ്. ഓക്കെ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകമൊക്കെ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇത്രയും പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏത്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 1ഉം 2ഉം മാത്രമാണ് ശരി. ഏതാണ്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. പിന്നെ ഏതാണ് രണ്ടാമത്തത്? ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഓക്കെ. അടുത്തത്, ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? 1956, 1986, 1900, 1997. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1986 ഓപ്ഷൻ ബി 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി ഇന്ത്യയിൽ രൂപം കൊണ്ടത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രമാബായി, ജ്യോതിബ ഫുലെ, വിജയലക്ഷ്മി, കാദംബനി, ഗാംഗുലി. ഉത്തരം ഓപ്ഷൻ എ ആണ്. രമാബായി ആണ്. പണ്ഡിത രമാബായി ആണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ഇനി ഓപ്ഷൻ ബിയിലുള്ള ജ്യോതിബ ഫുലെയാണ് സത്യശോധക സമാജം സ്ഥാപിച്ചത്. സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതിറ ഫുലെ. ജ്യോതിബ ഫുലെയാണ് സത്യശോധക സമാജം സ്ഥാപിച്ചത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അഹമ്മദാബാദ് സത്യാഗ്രഹമാണ്. തുണിമിൽ തൊഴിലാളികളുടെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരമാണ് അഹമ്മദാബാദ് സത്യാഗ്രഹം. ഇനി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത് 1917. ഇനി ബർദോളി സത്യാഗ്രഹം വർഷം 1928. ഇനി ഖേദ സത്യാഗ്രഹം 1918. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ഓക്കെ. അഹമ്മദാബാദ് സമരവും ഖേദ സത്യാഗ്രഹവും 1918. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി കൈസറി ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഗാന്ധിജി കൈസറി ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, റൗലറ്റ് നിയമം, ചൗരി ചൗര സംഭവം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതിഷേധിച്ചിട്ടാണ് ഗാന്ധിജി കൈസറി ഹിന്ദ് പദവി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയത്. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ തിരിച്ചു നൽകി. സർ പദവി ഉപേക്ഷിച്ചതും രവീന്ദ്രനാഥ് ടാഗോറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട്. ഓക്കെ. ഇനി ഓപ്ഷൻ എ, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. റൗലറ്റ് നിയമവും 1919. ചൗരി ചൗര സംഭവം 1922. ഇതൊക്കെ വർഷം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ക്വിറ്റ് ഇന്ത്യ സമരം 1942, ജാലിയൻ വാലാബാഗ് സമരം 1919, റൗലറ്റ് നിയമം 1919, ചൗരി ചൗര സംഭവം 1922. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? ഗൈഡിലിയു, പ്രീതിലത വഡോദർ, മാതങ്കിനി ഹസാരെ, കനകലത ബറുവ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗൈഡിലിയു ആണ്. റാണി ഗൈഡിലിയുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ എ ഗൈഡിലിയു. അടുത്ത ക്വസ്റ്റ്യൻ, ചൗരി ചൗര സംഭവം നടന്ന വർഷം. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? 1922, 1920, 1919, 1921. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1922. ഓക്കെ. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ആരംഭിക്കുന്നത്. 1920 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗര സംഭവമാണ്. 1922 നടന്ന ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ഇനി 1919 നമ്മളിപ്പോൾ പറഞ്ഞു റൗലറ്റ് ആക്റ്റും അതേപോലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടന്നത് 1919. ഇനി 1921 PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921.
അടുത്ത ക്വസ്റ്റ്യൻ 1953 രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? സർദാർ KM പണിക്കർ, ഹൃദയനാഥ കുൻസ്രു, ഫസൽ അലി, വല്ലഭായി പട്ടേൽ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫസൽ അലിയാണ്. 1953 രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഉണ്ടായിരുന്ന അംഗങ്ങൾ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഫസൽ അലി ചെയർമാൻ, സർദാർ KM പണിക്കർ, ഹൃദയനാഥ കുൻസ്രു. ആരൊക്കെയാണ്? ഫസൽ അലി, KM പണിക്കർ, ഹൃദയനാഥ കുൻസ്രു. ഇത്രയും പേരായിരുന്നു 1953 രൂപം കൊണ്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.